ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്ക് പരസ്യ പിന്തുണയുമായി അമേരിക്ക. പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിക്കാൻ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന് ട്രംപ്. ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടാൽ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് തിരിച്ചടിച്ച ഇറാൻ. ഖമനേയി ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം 6ാം ദിവസവും ശക്തം. ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് കോൺഗ്രസുമായി അടുക്കാൻ ശശി തരൂർ. പാർട്ടി വേദികളിൽ സജീവമാകും. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ മുഴുവൻ സമയവും തരൂർ പങ്കെടുക്കും. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിങ്ങളെ ഈഴവർക്കെതിരെ തിരിക്കാൻ മൊത്തമായി ഈഴവ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മതസൗഹാർദ്ദമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇതിപ്പോൾ ലീഗ് നടത്തിയിട്ടുള്ളത്. ചാനൽ മൈക്ക് തട്ടിമാറ്റിയ സംഭവത്തിലും വിശദീകരണം. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദി എന്ന അധിക്ഷേപം. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കുമെന്ന് CPM സംസ്ഥാന സമിതി. ധർമ്മടത്ത് നിന്ന് 3ാം തവണയും ജനവിധി തേടും. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളും ഉണ്ടാകും. മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കണമെന്നും സംസ്ഥാന സമിതി. NSSന്റെ ഇടതനുകൂല നിലപാടിൽ തിരുത്തൽ. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രം, മറ്റു വിഷയങ്ങളിൽ സമദൂരമെന്നും G. സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ മാത്രമേ അതിനെ രാഷ്ട്രീയമായിട്ട് കുറയ്ക്കേണ്ട കാര്യം. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം, ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെ. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷാക്രമണം. ഹിന്ദു മതവിശ്വാസിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ശരിയത്പൂർ ജില്ലയിലെ ആക്രമണം പുതുവത്സരാഘോഷങ്ങൾക്കിടെ. ഗുരുതര പൊള്ളലേറ്റ യുവാവ് ചികിത്സയിൽ. ബംഗ്ലാദേശ് താരത്തെ IPL ടീമിലെടുത്തതിന് ഷാരൂഖ് ഖാനെതിരെ വിമർശനം. ഷാരൂഖ് രാജ്യദ്രോഹിയെന്ന് ഉത്തർപ്രദേശ് മുൻ MLA. പ്രതിഷേധം. മുസ്തഫിസ്പൂർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഉൾപ്പെടുത്തിയതിനെതിരെ.